അപ്പോ ഗവർണർ ഇന്നലെ പ്രോട്ടോകോൾ ലംഘിച്ചോ എന്ന് ചോദിച്ചാൽ ലംഘിച്ചു. പക്ഷെ അത് ആവശ്യമായിരുന്നോ എന്ന് ചോദിച്ചാൽ ആവശ്യമായിരുന്നു. കാരണം ഇന്നലെ ഈ വിഷയവുമായിട്ട് വളരെയധികം കണക്ട് ചെയ്യാവുന്ന, കൂലി വരമ്പത്ത് തന്നെ എന്ന് തെളിയിക്കുന്ന, നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുഖത്തടിച്ചു എന്ന് തന്നെ പറയാവുന്ന ഒരു വീഡിയോ, അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്കിന്ന് ആരംഭിക്കാം. നമസ്കാരം. അപ്പോ ഇന്നലെ നമ്മുടെ കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് നഗരത്തിൽ അപ്രതീക്ഷിതമായിട്ട് പോയതും പോലീസ് സംരക്ഷണം വേണ്ട എന്ന് DGPക്ക് കത്തയച്ചതും മിഠായി തെരുവിലെ SM സ്ട്രീറ്റിലൂടെ ഏകദേശം 2 കിലോമീറ്ററോളം പൊതുജന മധ്യത്തിലൂടെ ജനങ്ങളുമായിട്ട് സംവദിച്ചു കൊണ്ട് നടന്നതും വാർത്തയായതാണ്. ഒപ്പം ഭരണപക്ഷത്തിന് വളരെയധികം ക്ഷീണം അതിലൂടെ ഉണ്ടായതുമാണ്. അതില് 3 വാദങ്ങളാണ് ഭരണപക്ഷം മുന്നോട്ട് വെച്ചത്. അതായത് ഭരണപക്ഷത്ത് തന്നെ 3 അഭിപ്രായങ്ങൾ എന്ന് ചുരുക്കം. ഒന്നാമത്തേത് പ്രോട്ടോകോൾ ലംഘിച്ചു എന്നുള്ളതാണ്. സത്യത്തില് അദ്ദേഹം പ്രോട്ടോകോൾ ലംഘനം തന്നെയാണ് നടത്തിയത്. കാരണം ഒരു സെറ്റ് കാറ്റഗറി സുരക്ഷയുള്ള, അതും സംസ്ഥാനത്തിന്റെ പ്രഥമ പൗരൻ മുൻകൂട്ടി ചാർട്ട് ചെയ്ത പ്രകാരം മാത്രമേ യാത്ര ചെയ്യാവൂ. മാത്രമല്ല സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനുമാണ്. അതും സുരക്ഷ ഉറപ്പുവരുത്തി സുരക്ഷാ ഉദ്യോഗസ്ഥൻ വാഹനത്തിന്റെ ഡോറ് തുറന്നാൽ മാത്രമേ പുറത്തിറങ്ങാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുള്ളൂ. അത്രയ്ക്ക് കർശനമാണ് സുരക്ഷ എന്ന് പറയുന്നത്. പക്ഷേ ഗവർണർ രാഷ്ട്രീയ നേതാക്കളെ പോലെ പെരുമാറുന്നു എന്ന് ഭരണപക്ഷം പറയുകയും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഗവർണറെ ഭരണപക്ഷം വിമർശിക്കുകയും ഗവർണറോട് യുദ്ധം തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യത്തില് ഗവർണർ അത് ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം പ്രതിപക്ഷം വരെ പിണറായി വിജയൻ അഴിച്ചുവിടുന്ന ആക്രമണങ്ങളില് വലഞ്ഞിരിക്കുന്ന സാഹചര്യത്തില് ആരെങ്കിലും ഒരു ശക്തമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കണമല്ലോ. അത് അദ്ദേഹം കൃത്യമായിട്ട് നിർവഹിച്ചു. അതിലൂടെ ജനങ്ങൾ തന്നെ ചോദിച്ചു തുടങ്ങി, പിണറായി വിജയന് അതുപോലെ നടക്കാൻ സാധിക്കുമോ എന്ന്. ഇനി രണ്ടാമത്തെ വാദം എന്ന് പറയുന്നത്, തലേ ദിവസം BJP നേതാക്കളുമായിട്ട് ചർച്ച നടത്തി മുൻ നിശ്ചയിച്ച പ്രകാരം പൊതുജന മധ്യത്തിലേക്ക് ഇറങ്ങി. അവിടെ ഇടതുപക്ഷ പ്രവർത്തകർ എന്തെങ്കിലും ആക്രമണത്തിന് മുതിരുന്ന സാഹചര്യം ഉണ്ടാവുക, അങ്ങനെ കേന്ദ്രത്തിന് റിപ്പോർട്ട് അയച്ച് കേരളത്തിൽ ക്രമസമാധാനം നഷ്ടപ്പെട്ടു എന്ന് വരുത്തി തീർക്കുക, ഇതായിരുന്നു ഗവർണറുടെ ഉദ്ദേശം എന്ന് ആണ് ചില മന്ത്രിമാർ പറഞ്ഞത്. ഈ കാരണം കാണിച്ച് ഗവർണർ കലാപാഹ്വാനത്തിന് ശ്രമിച്ചു എന്ന് കാണിച്ചിട്ടാണ് കേരള സർക്കാർ ഇപ്പോൾ കേന്ദ്രത്തിന് കത്തയക്കാൻ പോകുന്നത്. അതായത് ഗവർണറെ തിരിച്ചു വിളിക്കണം എന്നുള്ളതാണ് പിണറായിയുടെ ആവശ്യം. ആഗ്രഹിക്കാൻ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അദ്ദേഹം ആഗ്രഹിച്ചോട്ടെ. മാത്രമല്ല അത് ബാലിശമായിട്ടുള്ള വാദമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം ഇത്തരത്തിലൊരു കലാപശ്രമം നടത്താൻ തക്ക ബുദ്ധിയില്ലാത്തവരല്ല BJPയും ഗവർണറും. ഇനി പിണറായിക്ക് ശരിക്കും തിരിച്ചടിയായ മൂന്നാമത്തെ വാദം എന്ന് പറയുന്നത്, അതിന് മറുപടി കിട്ടിയത് നവകേരള സദസ്സിൽ വെച്ച് തന്നെ എന്ന് പറയുമ്പോൾ അതിന്റെ സൗന്ദര്യം അല്പം കൂടും. അതായത് മന്ത്രിപ്പടയുടെ മൂന്നാമത്തെ വാദം എന്ന് പറയുന്നത് ഗവർണർ തന്നെ തെളിയിച്ചു കേരളത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതായിരുന്നു. അതായത് അദ്ദേഹം സ്വതന്ത്രമായിട്ട് നടന്നല്ലോ. അതിപ്പോ ജനങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണല്ലോ. ഇപ്പോ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നവകേരള സദസ്സ് എന്ന് പറയുന്ന ആക്രമണ സദസ്സില്ലെങ്കിൽ മുഖ്യന്റെ കവചമായിട്ട് പ്രവർത്തിക്കുന്ന അക്രമകാരികളായിട്ടുള്ള സഖാക്കളും ഗുണ്ടാ പോലീസും പിന്നെ ഗവർണർക്കെതിരെ പരാക്രമ നാടകം കളിക്കുന്ന SFI എന്ന് പറയുന്ന കുട്ടിപ്പട്ടാളവും ഇല്ലെങ്കിൽ കേരളം സമാധാനപരമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധങ്ങൾ അത് അവരുടെ രാഷ്ട്രീയം, BJP പ്രതിഷേധങ്ങൾ അത് അവരുടെയും രാഷ്ട്രീയം. അവര് ജനാധിപത്യപരമായിട്ട് പ്രതിഷേധിക്കുന്നു. ഇടതുപക്ഷം ജനാധിപത്യം മറന്നു പ്രവർത്തിക്കുന്നു. അത്രയുള്ള വ്യത്യാസം. ഇനി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ഇന്നലെ ഒരു നവകേരള സദസ്സിൽ നടന്നതാണ്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള പരിപാടിയാണ് ഈ പരിപാടി. നമ്മുടെ നാടിന്റെ ഭാവിക്ക് വേണ്ടിയുള്ള, ഇദ്ദേഹത്തിന് രാഷ്ട്രീയമില്ല എന്നതാണ് പ്രധാനം. മുഖ്യമന്ത്രി കേരളത്തിന്റെ വികസനത്തിനായി ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ അല്ല അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കെ കരയുന്ന ദൃശ്യം, അതാണ് നിങ്ങൾ ഈ കണ്ടത്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഗവർണർ ജനമധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോ ഗവർണറോട് എതിർപ്പുള്ള, അദ്ദേഹത്തിന്റെ പ്രവൃത്തികളോടും നയങ്ങളോടും എതിർപ്പുള്ള ഒരാളെങ്കിലും ഇന്നലെ പ്രതികരിക്കേണ്ടതായിരുന്നില്ലേ? കൃത്യമായി മനസ്സിലാക്കേണ്ടത്, അപ്രതീക്ഷിതമായ സന്ദർശനത്തിൽ മുൻകൂട്ടി തയ്യാറാക്കി നിർത്തിയിരുന്നവരായിരുന്നില്ല ഇന്നലെ മിഠായി തെരുവിലുണ്ടായിരുന്നത്. പക്ഷേ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്ന കുടുംബശ്രീ തൊഴിലുറപ്പ് സ്ത്രീകളെയും പിന്നെ കുറെ സഖാക്കളെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും കുത്തി നിറച്ച വേദിയിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധമുണ്ടായി.
ഇതിനു മുൻപ് മന്ത്രി കെ രാധാകൃഷ്ണനെതിരെയും സമാന സംഭവം അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതിൽ ആരാണ് ജനനായകൻ? അതാണ് പറയുന്നത്. ഇപ്പോ കൂലി പിന്നെയല്ല, വരമ്പത്ത് തന്നെയാ. ജനങ്ങൾക്ക് കൃത്യമായിട്ടറിയാം ജനനായകൻ ആരാണ് എന്നുള്ളതും ജനദ്രോഹി ആരാണ് എന്നുള്ളതും.